ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എഫേസ്യർ 5-ാം അധ്യായം 14-ാം വാക്യം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. യേശുക്രിസ്തുവിൻ്റെ ചില പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരും. ഒന്നാമത്തേത്, യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നാം ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ് യേശു കർത്താവ് നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു പിന്നെയും പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. അപ്പോൾ ഈ ലോകത്തിൽ വെളിച്ചമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യ വെളിച്ചം ഇല്ല. അങ്ങനെ ഒരു പ്രയോഗമാണ് വേദോസ്തവത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആരാണ് യേശു ക്രിസ്തു? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. ആവശ്യം പോലെ മതമുണ്ട്. മനുഷ്യനാവശ്യം മതമല്ല, മനുഷ്യനാവശ്യം സത്യ വെളിച്ചമാണ്. ആ വെളിച്ചം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് അവനെ ജീവിപ്പിക്കുന്നു. നാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഈ വെളിച്ചം ഇരുള് എന്നുള്ളതെല്ലാം നമ്മളൊരു ആത്മീകമായ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യൻ്റെ ശോഭ നമ്മൾ അനുഭവിക്കുന്നു. എണ്ണ കൊണ്ടുള്ള വിളക്കുകളുടെ പ്രകാശം നമ്മൾ അനുഭവിക്കുന്നു. ഇലക്ട്രിക് ലൈറ്റുകൾ ഇന്ന് പലതരത്തിലുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുന്ന ആ നിലവാരത്തിലേക്ക്, അത് തേജസ്സിന്മേൽ തേജസ്, പ്രകാശം വർദ്ധിപ്പിക്കൊണ്ടുവരുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ നാം ആദ്യമായി വായിച്ച വാക്യം വീണ്ടും ഞങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം. അതെ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഇവിടെ ഉറങ്ങുന്നവനെ കുറിച്ചാണ് പറയുന്നത്. എഫെസോസിലെ സഭയിലെ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത് വിശ്വാസികളെ എന്നല്ല, ഉറങ്ങുന്നവനെ എന്നാണ്. കാരണം എഫേസ്യർക്ക് ലേഖനത്തെക്കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാർ പോലും പറയുന്നത് ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ്, ക്യൂൻ ഓഫ് എപ്പിസിൽസ്. ആത്മീയമായ വലിയ സത്യങ്ങളാണ് എഫേസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എഫെസോസ് ഒരു വിഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വലിയൊരു പട്ടണമായിരുന്നു. അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവി. എല്ലാം അപ്പോസ്തല പ്രവൃത്തികളിൽ ആ പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സുവിശേഷം കേട്ടിട്ട് സുവിശേഷത്തിൻ്റെ സത്യം മനസ്സിലാക്കിയവർ ഉറങ്ങുകയാണ്. എവിടെയാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്? അവിടെ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉറങ്ങുന്നവനെ ഉണർന്ന്
മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക. അപ്പോൾ ഉറക്കം മരിച്ചവരുടെ ഇടയിലാണ്. എന്താണ് ഈ മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ? ആത്മീകമായി മരിച്ചവരുടെ ഇടയിൽ, അല്ലാതെ ഡെഡ് ബോഡീസിൻ്റെ ഇടയിൽ കിടക്കുന്നതായിട്ടല്ല അവിടെ പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ വിവിധമായി ഭാഗമായി ആണ് ദൈവിക സത്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. യേശു കർത്താവ് വന്നപ്പോഴാണ് പൂർണ്ണമായും ആ സത്യം വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിൽ പൊതുവേ നമ്മൾ കാണുന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിലും അത് നമ്മൾ ഉപയോഗിക്കും. ജീവനുള്ളവരുടെ ദേശത്ത് ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം നമ്മൾ സാറിന് പറയാറുണ്ട്. സങ്കീർത്തനത്തിലുള്ള വാക്യങ്ങളാണ്. ജീവനുള്ളവരുടെ ദേശത്ത് നമുക്ക് ഒരു ദിവസം കൂടെ തന്നതിനായി സ്തോത്രം. അപ്പോൾ ഇവിടെ ആത്മീകമായി പറയുന്നത് മരിച്ചവരുടെ ദേശമെന്നാണ്. നീ ജീവൻ പ്രാപിച്ചു, ഇപ്പോൾ ഉറങ്ങിക്കിടക്കുക. സഭയാണ്, സഭയിലെ നല്ല ഉപദേശങ്ങളൊക്കെ കേട്ടവരാണ്. പക്ഷേ കേട്ടതിനനുസരിച്ച് ആക്റ്റീവല്ല, പ്രവർത്തിക്കുന്നില്ല, ഉറങ്ങിക്കിടക്കുകയാണ്. അത് മരിച്ചവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അതിൻ്റെ അപകടം എത്ര വലുത്! പാപത്തിൽ മരിച്ചു കിടക്കുന്നവരാണ്. നമ്മുടെ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഞാൻ പറയുന്ന ഈ ആശയത്തെ സാധൂകരിക്കുന്നതിന് ആ വാക്യം നമ്മെ സഹായിക്കും. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. അത് ശരീരത്തിൻ്റെ മരണമല്ല, അത് ആത്മാവിൻ്റെ മരണമാണ്. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ അത് ദേഹിയുടെ മരണമാണ്, ആത്മീയ ഇന്ദ്രിയങ്ങളുടെ മരണമാണ്. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവചനം 18:4 പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന്. ആത്മാവ് മരിക്കുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ആത്മാവിന് മരണമില്ല. ദേഹി, ആത്മീയ ഇന്ദ്രിയങ്ങൾ പ്രവർത്തന രഹിതമായി മാറുന്നു. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശു കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ കർത്താവ് എനിക്ക് ജീവൻ നൽകി. ജീവൻ നൽകിയത് എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്. ഉറങ്ങുന്നവരുടെ ഇടയിൽ, പാപത്തിൽ മരിച്ചു കിടക്കുന്നവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുവാനല്ല. നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. റോമർക്ക് ലേഖനത്തിൽ റോമാ സഭയ്ക്കും അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമർക്ക് ലേഖനം 13-ാം അധ്യായത്തിൽ അവിടെ നോക്കാം. റോമർക്ക് ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അപ്പോൾ എന്താണ്? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം നീതീകരിക്കപ്പെട്ടു. നാം യേശുവിനെ സ്വീകരിച്ചപ്പോൾ പാപിയായ നമ്മെ നീതിമാനാക്കി, വിശുദ്ധനാക്കി. നീതിമാൻ നീതി പ്രവർത്തികൾ ചെയ്യണം, വിശുദ്ധൻ വിശുദ്ധിയിൽ വളരണം, ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം. ഇനി അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ രക്ഷിക്കപ്പെട്ടു, ശിക്ഷയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, കർത്താവ് എനിക്ക് ജീവൻ നൽകി, ഞാൻ അനുദിനം പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അവിടെ എനിക്ക് പാപത്തോടൊരു പോരാട്ടമുണ്ട്. ഒടുവിൽ ആ രക്ഷ പൂർത്തിയാകുന്നു. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്
ഞാൻ രക്ഷപ്പെടുന്നു. എനിക്കൊരു തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കും. അവിടെയാണ് രക്ഷയുടെ കംപ്ലീഷൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നാം സമയത്തെ അറിയണം. അന്ത്യകാലത്ത് കർത്താവ് പറഞ്ഞു, അധർമ്മം പെരുകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനെ രക്ഷിക്കപ്പെടത്തുള്ളൂ. നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും മനുഷ്യൻ്റെ ജീവിതശൈലി മാറും. അമിത ഭക്ഷണം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, തൊഴിലില്ലായ്മ, ഇതെല്ലാം മനുഷ്യനൊരു കെണിയായി സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഉറങ്ങിയിരിക്കേണ്ടവരല്ല, എഴുന്നേൽക്കേണ്ടവരാണ്. എഴുന്നേറ്റാൽ അവിടെ പറയാണ്, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. നമുക്കറിയാം സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം വളരെ സുപരിതമായൊരു വാക്യമാണ് എല്ലാവർക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നാണ്, ഇരുട്ടിൽ നിന്നാണ്. അപ്പോൾ ഇരുട്ടിൽ നിന്ന് നമ്മെ വിളിച്ചപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം ഘോഷിക്കുവാൻ. നമുക്കറിയാം, ഇനി നവംബർ അവസാനം മുതൽ ഇനി ഡിസംബർ എല്ലാം ക്രിസ്മസ് നാളുകളാണ്. എന്താണ് ക്രിസ്മസ് എന്ന് പുതിയൊരു തലമുറ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ ആഘോഷ പരിപാടികൾ. ക്രിസ്മസ് ഫാദറാണ് അതിലെ മുഖ്യ താരം എന്ന് പറയുന്നത്. യേശു ഇപ്പോഴും അതിൽ ഉണ്ണി യേശുവായിരിക്കുകയാണ്. വാസ്തവത്തിൽ ജനിച്ചത് യേശു അല്ല, ക്രിസ്തുവാണ് ജനിച്ചത്. അപ്പനും അമ്മയും ആ ശിശുവിന് ഇടാൻ നൽകിയ പേരാണ് യേശു എന്നുള്ളത്. അപ്പോൾ ജനിച്ചത് മശിഹ. യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിലും ജനം യേശുവിനെ വിശ്വസിച്ചു. പക്ഷേ ഈ യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിച്ചത്. യേശു പഠിപ്പിച്ച സത്യങ്ങൾ അന്നത്തെ മത നേതൃത്വത്തെ വല്ലാണ്ട് അസ്വസ്ഥരാക്കി. യേശുവിൻ്റെ രോഗശാന്തി ഓക്കെ, പിന്നെയും സഹിക്കാം. പക്ഷേ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അവർക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവർ യേശുവിനെ കൊന്നു. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണ നിമിത്തം അവരിൽ തന്നെ അഗ്രഗണ്യനായിരുന്ന പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തു സുവിശേഷം അറിയിക്കാനായി. സുവിശേഷ വിരോധിയായിരുന്ന, യഹൂദ മത തീവ്രവാദിയായിരുന്ന പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സുവിശേഷം, സുവാർത്ത യഹൂദന്മാർക്ക് ഒരിക്കൽ കൂടെ അറിയിച്ചു കൊടുത്തു. പൗലോസിനെ അവർ കഴുത്തറുത്ത് കൊന്നു. അതിന് തൊട്ടു മുമ്പേ താൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാനത്തിലേക്ക്, നിങ്ങൾ കൈക്കൊണ്ടില്ല, ജാതികളോട് സുവിശേഷം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് പിന്നെ തൻ്റെ യാത്രകളെല്ലാം ആ രീതിയിൽ മിഷണറി യാത്രകൾ ക്രമീകരിച്ചു. അപ്പോൾ ഇവിടെ നമ്മെ ദൈവം വിളിച്ചത് ഈ യേശുവിനെ വിശ്വസിച്ച് ശാന്തമായിരിക്കാനല്ല, മരിച്ചവരുടെ പാപത്താൽ മരിച്ചു കിടക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ ഉറങ്ങുവാനല്ല, എഴുന്നേറ്റ് പ്രകാശിക്കുവാനാണ്. കാരണം പാപം, ലോകം അന്ധകാരത്തിലാണ്. പാപം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 8 മുതൽ. അവിടെ എഫെസോസിലെ ജനത്തെ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യർ 5:8 മുതൽ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. സ്വയം പ്രകാശിതരായതല്ല, യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധം ലഭിച്ചു. എന്താണ് ജീവിതമെന്ന് മനസ്സിലായി. ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട ജീവിതമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം. ഈ ജീവിതം എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് അവസാനിക്കാം. പക്ഷെ അതൊരവസാനമല്ല, നമുക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്. അതെ,
പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. എല്ലാ മതങ്ങളും സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നു. മതങ്ങൾ വിശ്വസിക്കുന്നത് അത് മരിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ആ ദൈവത്തോട് അവർ അലിഞ്ഞു ചേരുമെന്നാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം, യേശു പഠിപ്പിച്ചത് നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നാണ്. നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ശരീരത്തോടു കൂടെ നിൽക്കേണ്ടി വരും. ഒരു പുതിയ ശരീരമെന്നാണ്. അപ്പോൾ ഇൻഡിവിജ്വലാണ് അവിടെ, അല്ല ദൈവത്തോട് അങ്ങ് ലയിച്ച് ചേരുന്നതല്ല, അവനോട് കൂടെ വസിക്കുന്നതാണ്, അല്ലാതെ അവനിൽ ലയിച്ചു ചേരുന്നതല്ല. അപ്പോൾ നിത്യതയിൽ നമ്മുടെ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ ശരീരം ഒരു വല്ലാത്ത ശരീരം തന്നെ, ഈ ശരീരം ഒന്ന് വിട്ട് പോയെങ്കിൽ മതിയായിരുന്നു. ഇല്ല, ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കാൻ നിങ്ങൾ താന്താങ്ങളുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പോൾ ശരീരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ആത്മാവിലാണ് നമ്മുടെ പ്രകാശം നമുക്ക് തരുന്നത്. നാം മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, പ്രകാശം വേണമെങ്കിൽ അതിനൊരു വിളക്ക് വേണം. നമ്മുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ വിളക്കായിട്ട് അത് തിരുവചനത്തിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. സദൃശ്യവാക്യം 20:27 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യം 20:27, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. പാപം ചെയ്തത് മൂലം ആ വിളക്ക് അണഞ്ഞുപോയി, ഇരുട്ടിലായിപ്പോയി. എന്നാൽ ദൈവത്തിന് മാത്രമേ അത് കത്തിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 18-ാം സങ്കീർത്തനം 28-ാം വാക്യം, സങ്കീർത്തനം 18:28, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഇത് കത്തിക്കാൻ കഴിയത്തുള്ളൂ, നമുക്ക് സ്വയം കത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തീയാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കത്തുകയാണ്. പിന്നെ ആ കത്തൽ നമ്മൾ അണയാതെ സൂക്ഷിക്കണം. നമുക്കറിയാമല്ലോ, എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഭയപ്പെട്ട് നിരാശപ്പെട്ട് ഒളിച്ചോടലാണ് അവർ യഥാർത്ഥത്തിൽ നടത്തുന്നത്. കാരണം യേശുവിൻ്റെ ബോഡി കാണാനില്ല. യേശുവിൻ്റെ ബോഡി കാണാനില്ല എന്നുള്ള കാര്യം കൊണ്ട് അവർ ഭയപ്പെട്ടു പോവുകയാണ്. പക്ഷേ യേശു അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറയുകയാണ്, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് വിളിക്കുന്നത്. മന്ദബുദ്ധികളെ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് മോശ തുടങ്ങി പ്രവാചക പുസ്തകങ്ങൾ, ന്യായപ്രമാണ പുസ്തകങ്ങളെല്ലാം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലയോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:19 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നീട് അവർ പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നോക്കണേ, യെരുശലേമിൽ നിന്ന് പേടിച്ച് എമോസിലേക്ക് പോയവർ ആ രാത്രിയിൽ തന്നെ മടങ്ങി യെരുശലേമിൽ വന്നു. വാസ്തവമായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. വാസ്തവമായി നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ദൈവമക്കളെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം ശക്തിയോടെ ഘോഷിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കേണ്ട സമയം കഴിഞ്ഞുപോയി എന്ന് നമ്മൾ അറിയണം. അങ്ങനെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ എവിടെയോ കാര്യമായൊരു തകരാറുണ്ട്. എഫേസ്യർക്ക് ലേഖനം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ഞാൻ വീണ്ടും വരികയാണ്. എഫേസ്യർ 5:8 മുതൽ, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. ആകയാൽ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ, അല്ലെങ്കിൽ വെളിച്ചത്തിലുള്ളവരായി ജീവിപ്പിൻ.
അപ്പോൾ നമ്മൾ വെളിച്ചത്തിൽ വന്നു കഴിഞ്ഞതുകൊണ്ട് കാര്യമായില്ല. വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് ദൈവവചനത്തിലൂടെ പരിശോധിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. ഇന്ന് പലരും യേശുവിനെ വെളിച്ചമായി അംഗീകരിക്കുന്നു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു, യേശു രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നു പറയുന്നു. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ അടുത്ത ലെവലിലേക്ക്, അടുത്ത തലത്തിലേക്ക് വളരുന്നില്ല. പലരും വിശ്വാസത്തിൽ തൃപ്തരായിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാനായി കഴിയുന്നില്ല. അത് വളരെ അത്യാവശ്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടാണ് എന്താണ് വെളിച്ചം എന്ന് പിന്നെ ഡെഫിനിഷൻ പറയുകയാണ്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ സകല സൽഗുണങ്ങൾ, എന്താണ് സൽഗുണങ്ങൾ നമുക്കറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം അഥവാ ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. അതിനോട് ചേർന്ന് നീതിയും സത്യവും. സ്നേഹമാണെന്ന് പറഞ്ഞ് അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. സ്നേഹമാണെന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലും ഭോഷ്കിന് കൂട്ടു നിൽക്കത്തില്ല. അതാണ് ആത്മാവിൻ്റെ ഫലം പ്ലസ് നീതിയും സത്യവും. അപ്പോൾ എന്താണ് ഇരുട്ട്? സകല ദുർഗുണങ്ങളും അനീതിയും കള്ളവും. അപ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോഴാണ് അവൻ വെളിച്ചം ആയി മാറുന്നത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നത്. ഒരു വ്യക്തി ഇന്നും അന്ധകാരത്തിലാണോ എന്നെങ്ങനെ തിരിച്ചറിയാം? അത് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 3:19, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ. ഒരു വ്യക്തി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷ അവനിലുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് വെളിച്ചത്തേക്കാൾ ഇരുളിനോടാണ് സ്നേഹം. വീണ്ടും അവിടെ പറയുകയാണ്, അവൻ ദോഷത്തെ, ഇരുട്ടിനെ സ്നേഹിക്കുന്നത് കൊണ്ട് വെളിച്ചത്തിലോട്ട് വരാൻ അവന് താല്പര്യമില്ല. അത് വായിച്ചാലേ, ആ ഭാവം വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു അഥവാ വെറുക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ വെളിച്ചത്തിലേക്ക് വരാൻ മനസ്സില്ലാതെ ഇരുട്ടിലേക്ക് പോവുകയാണ്. ഇരുളിനെയാണ് കൂടുതൽ സ്നേഹം. അങ്ങനെയാണെങ്കിൽ ഇരുളെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സകല ദുർഗുണങ്ങളും അനീതിയും കള്ളവും. അതിനെയാണ് സ്നേഹിക്കുന്നെങ്കിൽ അവൻ വിശ്വാസി എന്ന് പറഞ്ഞാലും അവൻ വെളിച്ചത്തിൻ്റെ മക്കളല്ല. യേശു 2 മക്കളെക്കുറിച്ച് പറഞ്ഞു, ലോകത്തിൻ്റെ മക്കൾ, വെളിച്ചത്തിൻ്റെ മക്കൾ. ലോകത്തിൻ്റെ മക്കൾ വളരെ ബുദ്ധിശാലികളെന്നാണ് യേശു പറഞ്ഞത്. നാം പണ്ട് ആ വാക്യം വായിച്ചിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അത് നമ്മൾ നേരോടെ ചൊവ്വയോടെ ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് നമ്മളെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും ഒക്കെ നമ്മുടെ ചുറ്റും അനേകരുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ലൂക്കോസ് 16-ന്റെ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അപ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്.
നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ചതിച്ചെന്ന് വരാം, പക്ഷേ അത് ദൈവം നോക്കിക്കൊള്ളും. നിശ്ചയമായും ദൈവം നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മൾ വെളിച്ചമായിരിക്കുവാനായി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദേശത്ത് അന്ധകാരവും കൂരിരുട്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാചക ശബ്ദം ആയിട്ട് നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമാണ്. ഈ ഭാഗമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം ഇൻവെർട്ടർ കോമയിൽ ഇട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, നിന്റെ മേലോ യഹോവ ഉദിക്കും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹോവ ഉദിക്കുന്നു. ദൈവം മനുഷ്യനായി വന്നാണ് ക്രിസ്തു. എഴുന്നേറ്റ് പ്രകാശിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ക്രിസ്തുവാണ് പ്രകാശിക്കുക. ജനം കാണുന്നത് പ്രകാശത്തെയാണ്, ക്രിസ്തുവിനെയാണ്. ക്രിസ്തു ആരാണ്? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഞാൻ ഇടയ്ക്കൊരു അനുഭവ സാക്ഷ്യം കേട്ടു, എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. ഒരു ദൈവാസൻ തൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരാളിനെ അദ്ദേഹത്തിനോട് ദൈവാത്മാവ് പറഞ്ഞു, ആ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നീ പോയി പറയണം, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ ചെവിയിൽ പോയി പതുക്കെ പറയണം. ഇദ്ദേഹം വിചാരിച്ചത് അവൻ്റെ പേരോ അവൻ്റെ അപ്പൻ്റെ പേരോ അവൻ്റെ ജോലിയോ അത് ഏതെങ്കിലുമൊക്കെ വെളിപ്പെടുത്തി തരുമെന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന് എന്താ ഇത്ര സില്ലിയായിട്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയാൻ? ഏതായാലും ദൈവാത്മാവ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്തനുസരിച്ച് ചെന്ന് അദ്ദേഹം പറഞ്ഞു, അവൻ്റെ ചെവിയിൽ പറഞ്ഞു, സഹോദര, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞ ഉടനെ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ച് കരയായിരുന്നു. കാരണം അവനെ സ്നേഹിക്കാൻ ആരുമില്ല, അവന് സ്നേഹം കിട്ടുന്നില്ല, അവൻ നിരാശനാണ്, അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമക്കളെ, ഈ ഒരു വാക്ക് ചിലപ്പോൾ നമ്മിലൂടെ ദൈവത്തിന് പറയിക്കാൻ നമ്മുടെ ചുറ്റും എത്ര പേരുണ്ട്? ലോകത്ത് കാണുന്ന സംഭവങ്ങളെല്ലാം കണ്ട് ഭവനത്തിലെ പ്രശ്നം, ഓഫീസിലെ പ്രശ്നം, ഇതെല്ലാം കൂടെ ആകെ ടെൻഷനായിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെ നടുവിൽ അവരുടെ പ്രതിസന്ധികളെ അറിഞ്ഞുകൊണ്ട് ഒരു വാക്ക്, ഒരു സാന്ത്വനം പറയാൻ കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവം അവിടെ പ്രവർത്തിക്കും. ഞാൻ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവ് അവിടെ പ്രവർത്തിക്കും. കാരണം അതിനായിട്ടല്ലോ അവിടെ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ വിളക്ക്. ആ വിളക്ക് ദൈവമാണ് കത്തിക്കുന്നത്. ആ കത്തിച്ച വിളക്ക് അണയാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയാണ്. സാത്താൻ ഏത് വിധേനയും ആ വിളക്ക് അണയ്ക്കുവാനായി ശ്രമിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടുവിരിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ദേശത്ത് അന്ധകാരം മൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂരിരുട്ട് ജാതികളെ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഭയങ്കരമായ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഈവനിങ്ങിൽ ഫേസ്ബുക്കിൽ 2-3 ചെറുപ്പക്കാരുടെ മരണ വാർത്ത അടുത്തടുത്ത് വന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ അസ്വസ്ഥനായി. എങ്ങനെ ഇത് അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം സഹിക്കുമെന്നുള്ളത്. അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ തന്നെ എത്ര അപകട മരണങ്ങൾ. ഇന്ന് വൈകുന്നേരം ഞാൻ കേൾക്കുകയാണ്, ഒരു മകൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തലച്ചോറ് കലങ്ങിപ്പോയി. വെളിയിൽ മുറിവൊന്നുമില്ല. നേരം വെളുക്കുന്നവന് അറിയാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും അവൻ സ്വയമേ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഹെൽമെറ്റ് വെച്ചിരുന്നതാണ്. എങ്കിലും ആ വീഴ്ചയിൽ തലച്ചോറിന് അത് നല്ല ക്ഷതം സംഭവിച്ചു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആളുകൾ ആയിരിക്കുന്നത്. അപ്പോൾ അവരോട് അവരെ സ്നേഹിക്കുന്ന, അവരെ സൗഖ്യമാക്കുന്ന, അവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ആ വെളിച്ചമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വെളിച്ചമാണ് നമ്മിലൂടെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മെ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. വേറെ ഒന്നുമല്ല പ്രസംഗം, ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഇത്രമാത്രം ദൈവം സ്നേഹിക്കാൻ കാരണമെന്താണ്? ഇതൊന്ന് ശാന്തമായി പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തു മതം ഇതൊരിക്കലും പറയത്തില്ല. അവർക്ക് ഏത് വിധേനയും പൈസ ഉണ്ടാക്കുക മാത്രമാണ്. കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തി, അതേ ദൈവം നിങ്ങളെ നടത്തിയതിനായി സ്തോത്രം ചെയ്യാം, ദൈവം നിങ്ങളെ കരുതുന്നതിനായി സ്തോത്രം ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് നടത്തിയതിനാണ് സ്തോത്രം പറയുന്നത്. പക്ഷേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അതിനാണ് കർത്താവ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. ദൈവം എല്ലാവരെയും നടത്തും. ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്. ദൈവം നടത്തിയത് പറയുവാൻ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ആയിരക്കണക്കിന് അനുഭവങ്ങൾ കാണും. പക്ഷേ നമുക്കുള്ള വ്യത്യാസം, നാം ലോകത്തിന് വെളിച്ചമായിരിക്കാൻ വിളിക്കപ്പെട്ടവർ, അതിനായി നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായി ശോഭിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രാപ്തരാക്കണമേ. ഞാൻ എവിടെയായിരുന്നു, ഞാനിപ്പോൾ എവിടെയാണ്? അതൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് സുവിശേഷത്തിൽ. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ്. ഇതൊന്നും ജസ്റ്റ് ഒരു വിശ്വാസമല്ല, ഇതൊരു അനുഭവമാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി എന്നെ പ്രാപ്തനാക്കി. അതാണ് എന്നെ പ്രാപ്തനാക്കി. അവിടെ നമ്മെ പ്രാപ്തന്മാരാക്കി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മെ പ്രാപ്തന്മാരാക്കി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. സ്നേഹസ്വരൂപനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അങ്ങ് കർത്താവ് എന്നെ വിടുവിച്ചങ്ങ് വിട്ടതല്ല, എന്നെ സുരക്ഷിതമായ ഒരു സംവിധാനത്തിൽ എന്നെ ആക്കി വെച്ചു. പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. ആക്കി വെച്ച സ്വർഗസ്ഥനായ പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കണം. വിളിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വരുന്നത് അവരുടെ കാര്യം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അറിയിക്കുക. നീ അറിയിക്കാത്തത് കൊണ്ടാണ് അവർ വരാത്തതെന്ന് ഒരിക്കലും വരും. നമുക്കറിയാം, ഈ ക്രിസ്മസ് നാളുകളൊക്കെ വരാൻ പോകുന്നു. 2 മാസങ്ങളൊക്കെ അതിൻ്റെ ചിന്തകളും പരിപാടികളൊക്കെയാണ്. ഈ ദിവസങ്ങളെല്ലാം ജാതി മതവിശ്വാസ ഭേദമന്യേ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കും. അപ്പോൾ ഇസ്രായേൽ യുദ്ധം, ഇതെല്ലാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്തിന് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ പിള്ളേരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെയൊക്കെ ബൈബിളിലുണ്ടോ? ഗാസയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഗാസ നിർജ്ജനമാകും. യേശുവിൻ്റെ ഇസ്രായേൽ എല്ലാ ജാതികൾക്കും പരിഭ്രമമാത്രമാക്കും. ഇങ്ങനെയൊക്കെ ബൈബിളുണ്ടോ? ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ച പിള്ളേർ അന്തമൊഴിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം അവരുടെ കയ്യിൽ ബൈബിള് ഉണ്ടെങ്കിലും സങ്കീർത്തനം മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അത് ദൈവം അവരിൽ പ്രവർത്തിക്കുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നാം പറഞ്ഞാതെ അവരെങ്ങനെ അറിയും? ഇത് വളരെ ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അത് സത്യ വെളിച്ചം നൽകുന്നതാണ്. അത് ഇരുട്ടിൽ നിന്ന് സകല സത്യത്തിലും നമ്മെ നടത്തി നിത്യ വെളിച്ചമായി ഇവൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായി ഈ ദിവസങ്ങൾ അതിനായി ഒരുങ്ങാൻ. കർത്താവേ, എന്നെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേറ്റ് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിപ്പാൻ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം.